പ്രിയ സഹോദരീ സഹോദരന്മാരെ, ആഗമന കാലത്തിൻ്റെ ആദ്യ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ പ്രത്യാശയുടെ തിരുനാളങ്ങൾ തെളിയുന്നു. ഇന്ന് നമ്മൾ കൊളുത്തുന്നത് പ്രത്യാശയുടെ തിരിയാണ്. അത് പേർപ്പിൾ കളറിലുള്ള തിരിയാണ്. ഇത് യേശുവിൻ്റെ വരാനിരിക്കുന്ന ജനനത്തെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാരെ അനുസ്മരിപ്പിക്കുന്നു. ഈ തിരി ലോകത്തിൻ്റെ അന്ധകാരത്തിലേക്ക് വരുവാനിരിക്കുന്ന യഥാർത്ഥ പ്രകാശമായ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നു. നൂറ്റാണ്ടുകളായി ഇസ്രായേൽ ജനം മിശിഹായുടെ വരവിനായി പ്രത്യാശയോടെ കാത്തിരുന്നു. ഈ കാത്തിരിപ്പാണ് ഈ തിരി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കും ഈ ലോകത്തിൽ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. എന്നാൽ ക്രിസ്തു നമ്മുടെ പ്രത്യാശയാണ്. ക്രിസ്തു വീണ്ടും വരുമെന്നുള്ള വാഗ്ദാനം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയണം. ഈ ആഗമനകാലം സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെയും ഹൃദയങ്ങളെയും ക്രിസ്തുവിനായി ഒരുക്കാനുള്ള സമയമാണ്. പ്രവാചകന്മാർ നൽകിയ പ്രത്യാശയിൽ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം. നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ സ്നേഹവും പ്രകാശവും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഉപകരണങ്ങളാകട്ടെ. ഈ തിരുനാളത്തിൻ്റെ പ്രകാശം നമ്മുടെ ഉള്ളിലെ പ്രത്യാശയെ വർദ്ധിപ്പിക്കട്ടെ. പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ വരുന്ന മിശിഹായെ സ്വീകരിക്കാൻ നമുക്ക് ജാഗരൂകരായിരിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ ഒരുങ്ങിയിരിക്കുവീൻ, എന്തെന്നാൽ നിങ്ങൾ വിചാരിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. അതിനാൽ പ്രാർത്ഥനയിലും ഒരുക്കത്തിലും ഈ ആഗമനകാലം നമുക്ക് ചെലവഴിക്കാം. ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ നമുക്ക് ഉറച്ച പ്രത്യാശയുണ്ട്. കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ നാം വാതിൽ തുറന്നു കൊടുക്കണം. ഈ പ്രത്യാശ നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും പ്രകാശിക്കട്ടെ. ആമേൻ.